ഹേ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നെൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ എൻഗേജ്മെൻറ്റാണ് ഇവിടെ ട്രിവാൻഡ്രം വട്ടപ്പാറയിൽ വെച്ച്. അപ്പോൾ ഞങ്ങളിന്ന് രാവിലെ അങ്ങോട്ട് പോകേണ്ട ഒരു പ്ലാനാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഇവിടെ ട്രിവാൻഡ്രത്ത് വരും. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകും. ബാക്കി സമയം 8:30 അപ്പം ഇപ്പോൾ ഇറങ്ങിയാലേ ട്രിവാൻഡ്രത്ത് എത്തത്തുള്ളൂ. അപ്പം എൻ്റെ ബ്രദറുണ്ട്, പുള്ളിക്കാരൻ നല്ല ഉറക്കം. അപ്പോൾ അവനെ വിളിക്കണം, പോകണം. അപ്പോൾ ബാക്കി അവിടെ പോയിട്ട് കാണാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുളിച്ച് ഫ്രഷ് ആയി വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ബസ് സ്റ്റോപ്പിലോട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ബ്രദറും ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ച് വീഡിയോ കിട്ടുന്നു, പക്ഷേ അതിനുശേഷം എനിക്ക് വോയിസ് ഇല്ലായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ വോയിസ് ഇടേണ്ടി വന്നു. അപ്പോൾ എൻ്റെ ബ്രദറിനെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ബ്രദർ. അങ്ങനെ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ബസ് കിട്ടി. അങ്ങനെ ബസ്സിലും കയറി. ഇവിടെ എന്തായാലും പോകാൻ നല്ല ദൂരമുണ്ട്, ഇനി എപ്പോൾ എത്തുമെന്ന് അറിയത്തില്ല. അപ്പം നിങ്ങൾ അവിടെ പോയിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് എത്തിയ സമയത്ത് തന്നെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ എത്തിയപ്പോൾ നല്ല ലേറ്റായിപ്പോയി. ഒരു 10 മണിക്ക് വരാൻ പറഞ്ഞാൽ ഞങ്ങൾ എത്തിയത് ഒരു 10-10:30 11 മണിയായി. അങ്ങനെ അവരെ ഇന്ന് വായിരിക്കുന്ന കുറേയൊക്കെ കേട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും പിന്നെ കാറിൽ കയറി അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങളെല്ലാവരുമായിട്ട് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ നിന്ന് ഇനി കുറച്ച് ദൂരമുണ്ട്, അവിടെ എത്തുമെന്ന് അറിയത്തില്ല. എന്തായാലും അങ്ങോട്ട് നമുക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ മണ്ഡപത്തിലെത്തിയ സമയത്ത് തന്നെ ആൾക്കാർ കുറേ പേരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. കുറേ പേർക്ക് വരാൻ പറ്റിയില്ല, പക്ഷേ മിക്കവരൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ ഞങ്ങൾ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന കുറച്ച് ഫ്രണ്ട്സേ ഉണ്ടായിരുന്നു. പിന്നെ അവരെല്ലാവരെയും കണ്ട് സംസാരിച്ച് വട്ടം പറന്നു വയ്യേ വന്നേന്നുകാരാമോ സുഗന്ധം കൊണ്ട് ഞാൻ നിനക്ക് സുഖം പകർന്നിടാം ഈ കൊച്ചു ഭുവനത്തിൽ ഞാൻ. അങ്ങനെ ഞങ്ങളെല്ലാവരും കാര്യമൊക്കെ പറഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞ് അപ്പോൾ അവർ നേരെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞ് വിളിച്ച് അങ്ങനെ ഞങ്ങളെല്ലാവരുമായിട്ട് ഫോട്ടോ എടുക്കാൻ പോയി. ഇതാണ് ഞങ്ങളുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസ്. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് കുറച്ച് പിള്ളേർ വന്നിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരുമായിട്ട് പിന്നെ ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇത് പിന്നെ ഭാവി തലമുറയിലൊരു യൂട്യൂബറാണ്, മിസ്റ്റർ ഹിഗ്ഗി എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. എല്ലാവരും പോയി നോക്കിയാൽ മതി, കാണാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി. നല്ല തിരക്ക് കണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്ഥലം നോക്കിയായിരുന്നു ഇവിടെ ഇരിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ ഞങ്ങൾക്കൊരു സ്ഥലം കിട്ടി. ഞങ്ങളെല്ലാവരുമായിട്ട് ഒരുമിച്ച് തന്നെ അവിടെ ഒരു സ്ഥലത്തും കിട്ടി അവിടെ ഇരുന്ന്. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ വന്ന് അപ്പോൾ നമുക്കിനി ബാക്കി ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം. ഓക്കെ, അപ്പോൾ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. ഓക്കെ, ബൈ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നേരെ പുറത്തോട്ട് ഇറങ്ങി. എന്നിട്ട് നേരെ വീണ്ടും തന്നെ മുകളിലോട്ട് പോയി. കൊച്ചു ഭുവനത്തിൽ ഞാൻ പൂത്തു നിൽക്കുമ്പോൾ കൂട്ടായി നീ വന്നാൽ ഞാൻ തണൽ നൽകാം. അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുറത്തോട്ട് ഇറങ്ങി. വീണ്ടും എല്ലാവർക്കും പോകാൻ സമയമായി. അങ്ങനെ ഞങ്ങളെല്ലാവരും പോകാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു. അങ്ങനെ എല്ലാവരുടെ അടുത്തും യാത്രയൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാവരും കണ്ടതിൽ ഒരുപാട് നല്ല സന്തോഷമായിരുന്നു. നല്ലൊരു ദിവസമായിരുന്നു. അങ്ങനെ എല്ലാവരും തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ കാറിലാണ് തിരിച്ചു പോയത്. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട് അനസ് ഉണ്ടായിരുന്നു, അവനായിരുന്നു കാറിൽ ഞങ്ങൾ തിരിച്ചു കൊണ്ട് വിട്ടത്. അങ്ങനെ ഏറിയ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾ നേരെ ട്രിവാൻഡ്രം ബസ് സ്റ്റാൻഡിലെത്തി. അങ്ങനെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അൻഷാദ് സുമേഷ് അവർ ബസ് കയറി തിരിച്ച് അവരവരെ വീട്ടിലേക്ക് പോയി. അതിൻ്റെ അടുത്തൊരാളുണ്ടായിരുന്നു, ആര്യ ചേച്ചി. അപ്പം പുള്ളിക്കാരിയുടെ യാത്ര പറഞ്ഞു, പുള്ളിക്കാരിയും പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളെ കയ്യിൽ നിന്ന് പൈസയൊക്കെ മിസ്സായി, പോകാൻ പൈസ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് എവിടെ നിന്നൊക്കെ പൈസ കിട്ടി. അങ്ങനെ അടുത്ത ആളെ ഞങ്ങൾ പറഞ്ഞിട്ട്
അങ്ങനെ ഇതാണ് മിന്നി ചേച്ചി. അങ്ങനെ പുള്ളിക്കാരിക്കും ടാറ്റ പറഞ്ഞ് ബൈ ബൈ പറഞ്ഞ് അങ്ങനെ പുള്ളിക്കാരിയും പോയി. അപ്പോൾ ഗൈസ് അങ്ങനെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടെ എൻ്റെ ബ്രദറും ഉണ്ട്. അപ്പം ഒരു 1.5 മണിക്കൂർ യാത്ര കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. ഇനി കുറച്ച് ദൂരം ഉണ്ട് നടക്കുക. അപ്പം ബാക്കി നമുക്ക് വീട്ടിൽ എത്തിയിട്ടാണ്. ഓക്കെ. അങ്ങനെ ഗൈസ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പം വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ. വേറെ നല്ല ക്ഷീണമുണ്ട് നടന്ന് യാത്ര ചെയ്താൽ നല്ല ക്ഷീണമുണ്ട്. ഇനിയിപ്പോൾ ഫ്രഷ് ആവണം, ഫുഡ് കഴിക്കണം, ഒന്ന് ഉറങ്ങണം, അങ്ങനെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അടുത്തുള്ള ബെല്ലൈക്കണൊന്ന് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ പുതുതായിട്ടുള്ള വീഡിയോസ് നിങ്ങളിൽ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ.